Ginger Media presents Trademax Nadigar on the floor. So we are welcoming the team. So Nadigar on the floor. We are talking about the movie Nadigar. So please, I am welcoming Tovi. Hi. Bhavana. Balu. Chandu. Please. ഇവർക്കെല്ലാവർക്കും ഒരു വലിയ കൈയടി പ്ലീസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ് ചോദിക്കുന്നത്? ധ്യാൻചേട്ടൻ്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായി ബേസ്ഡ് ഹിന്ദി പോലും അറിയില്ലാന്ന്. അപ്പൊ ആ ഒരു ഇതെങ്ങനെയാ? സിനിമ അറിയാം. ഓ താങ്ക് യു. ഡേവിഡ് പടിക്കലായിട്ട് വന്നിട്ട് നമുക്കൊരു മലയാള സിനിമയ്ക്ക് ഒരു ബ്ലോക്ക് ബസ്റ്റർ ടോയിയുടെ ഭാഗത്തു നിന്ന് സമ്മാനിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. അത് പ്രൊഡിക്ട് ചെയ്യണമെങ്കിൽ സുഷിൻ ശ്യാം ആയിരിക്കണം. അല്ലാതെ അത് പ്രൊഡിക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. പറഞ്ഞു സുഷിൻ ഇപ്പൊ കാണിക്കാൻ്റെ പോലെ അതല്ല. ഈ വീഡിയോ താഴെ ടോവിനോ തോമസ് വന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വെള്ളവടി നിർത്താന്ന് പറഞ്ഞിട്ട് എത്ര വലിയ തീരുമാനങ്ങളൊക്കെ ഞാനങ്ങനെ കമന്റ് ഇട്ടുകൊണ്ട് പുള്ളി കള്ളോടി നിർത്താൻ പോലില്ല. നിങ്ങൾ എന്താ ഇത് ഞാൻ കമന്റ് ഇട്ടാൽ പരീക്ഷയ്ക്ക് പഠിച്ച് പാസ്സാവാന്നൊക്കെ പറയുന്നവരോട് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ പഠിച്ചാലും പാസ്സായാലും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും കൊള്ളാം. ബാക്കി ഒരു കാര്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ഫോളോ ചെയ്യണമെന്നല്ലേ? ഫാൻസ് ഫോളോ ചെയ്യണമെന്നല്ലേ? ചന്ത് ശരിക്കും ഒരു ഇതിലെ ഫാൻ ബോയ് ആയിട്ടാണല്ലോ. റിയൽ ലൈഫിലെ ആ ഫാൻ ബോയ് ഞാൻ ടോവിനോട് ഫാൻ ബോയ് ആണ്. ഞാൻ സലീമൻ്റെ മൂവീസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ കുറേ കാലം സംസാരിക്കുമായിരുന്നു. ഇതില് ഞാൻ ടോവിനോടെ അമ്മയായിട്ടാണ്. നല്ലൊരു കാര്യമല്ലേ അത്? മിന്നൽ മുരളിയിൽ യൂസ് ചെയ്ത പെർഫ്യൂം മിന്നൽ മുരളിയില് CNHന്റെ ബാഡ് ബോയ് എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂം ഉണ്ട്. അത് ഇങ്ങനെ മിന്നൽ ഷേപ്പിലാണ്. ആ ബാഡ് ബോയ് കേട്ടല്ലോ അല്ലേ? അവളുടെ പേരെന്തായിരുന്നു? പേരാണോ? ഫാത്തിമ. ഈ പെർഫ്യൂം. ഹലോ ടോവിനോ, ഈ ശബ്ദം മനസ്സിലായോ? ടോവിനോ മനസ്സിലായില്ല? അയ്യോ മാഷ് എന്നെ പഠിപ്പിച്ച മാഷ. ഞങ്ങൾ PT മാഷാണ്. ഞാൻ ഈ പരിപാടിക്ക് വരുമ്പോഴും ഞാൻ അച്ഛനെയാണ് ഓർക്കുന്നത്. കാര്യം അതെന്തായാലും നടക്കട്ടെ. ആ റീലും ഈ പരിപാടിയും ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാലോ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന്. നിങ്ങൾ ട്രെയിനിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നോ? എന്നാൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? 110% റീഫണ്ടോട് കൂടി കേരളത്തിലെ നമ്പർ 1 അക്കാഡമിയായ ട്രേഡ്മാക്സ് അക്കാഡമിയോടൊപ്പം വിശ്വാസ്യതയോട് കൂടി ഇനി നിങ്ങൾക്ക് ട്രെയിനിങ് പഠിക്കാം. So Ginger Media presents Trademax Nadigar on the floor. അപ്പോൾ നമ്മളെല്ലാവരും ബാറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവി തന്നെയാണ് നടിഗർ എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ സോങ് ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും ഒക്കെ അതിൻ്റെ ട്രെയിലറൊക്കെ റിലീസായിരുന്നു. അപ്പോൾ വ്യൂവർ അത് കണ്ടപ്പോഴൊക്കെ എത്രയും പെട്ടെന്ന് നമ്മൾ തിയേറ്റർ ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. May 3 ഐ തിങ്ക് ഇറ്റ് ഈസ് വേൾഡ് വൈഡ് ഇറ്റ് ഈസ് റിലീസിങ് അല്ലേ? വേൾഡ് വൈഡ് റിലീസാകാൻ പോവുകയാണ്. അപ്പോൾ ആൻഡ് ഇന്ന് ഇവരുടെ കൂടെ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യാം. ആൻഡ് പ്ലസ് നിങ്ങളുടെ കുറേയധികം ഫാൻസ് ഉണ്ട്, കുറേ ഫിലിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെല്ലാം ഓൾ ക്രൂവിനെ വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം യു ഓൾ. ആൻഡ് യെസ്, അപ്പോൾ നമുക്ക് ഓരോ ആൾക്കാരെയായിട്ട് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. ഫസ്റ്റ് ഐ ഇൻവൈറ്റ് ഈ ഒരു മൂവിയിലെ തന്നെ ഏറ്റവും നിങ്ങൾ ബാഡ്ലി വെയിറ്റ് ചെയ്തിരിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് തോന്നുന്നു കോയമ്പത്തൂരിൽ നിന്നൊക്കെ നൈറ്റ് ഷിഫ്റ്റ് ജോബ് കഴിഞ്ഞ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് നേരെ ട്രെയിൻ കയറി ഇവിടെ വന്ന ആൾക്കാർ വരെ ഇവിടെ ഉണ്ട് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അല്ലേ? ഓക്കെ, സോ ഐ ആം വെൽക്കമിങ് ദ മോസ്റ്റ് ഐ ക്യാൻ ഷുവർലി ടെൽ ദാറ്റ് ഹീ ഈസ് എ വെരി വേഴ്സറ്റൈൽ ആക്ടർ എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന, മൂവി ടു മൂവി ഫിസിക് ടു ഫിസിക് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് അവർ ഓൺ ടോവി. അബൌട്ട് ഈ ഒരു മൂവിയെ പറ്റി പറയുമ്പോൾ നടികൾ. ഹലോ, ആദ്യം എല്ലാവർക്കും ബിഗ് താങ്ക്സ്
ഈ വന്നതിനും ഞങ്ങളുടെ ഒപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിനും താങ്ക് യു സോ മച്ച്. ഈ സിനിമയെ പറ്റിയിട്ട് പറയാനായിട്ട് ഞാൻ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിരുന്നതാണ്. ഞാൻ ഒരു സാധനം എനിക്ക് ആ സമയത്ത് മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ എല്ലാവരോടും പറയുകയും ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും ഇതിൻ്റെ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഞാൻ പറയും എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് എനിക്ക് ഈ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒറ്റ വരിയിൽ ഈ സിനിമയെ പറ്റിയിട്ട് പറയണമെങ്കിൽ ഗതികെട്ട ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കരളലിയിക്കുന്ന കഥന ഹാസ്യത്തിൻ്റെ മേമ്പൊടിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ഈ സിനിമയെ വിശേഷിപ്പിക്കുക. ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുന്ന സമയത്ത് നമ്മളിതിന് മുമ്പ് കണ്ടിട്ടുള്ളതിനെ പല സിനിമകളും വളരെ വിജയമായിട്ടുള്ള ഭയങ്കര ഭംഗിയായിട്ട് എടുത്തിട്ടുള്ള പല സിനിമകളുണ്ട്. ഇത് അതിൽ നിന്നൊക്കെ എങ്ങനെ വ്യത്യസ്തമാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ പല സീനുകളിലും കുറച്ച് അൺയൂഷ്വലായിട്ടാണ് ഇതിൻ്റെ സീൻ സ്ട്രക്ചറും ഒക്കെ ഉള്ളത്. അതൊരു കൗതുകമുണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ സിനിമയിൽ നമ്മൾ കാണുന്ന ഈ ആക്ടേഴ്സും അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസിലായിട്ടോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസൊക്കെ ആയിട്ട് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ടെക്നീഷ്യൻസും അല്ലാതെ പിന്നെയും ഒരുപാട് പേര് സിനിമകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ സിനിമയിലും. അപ്പോൾ അവരെയും കൂടെ ഇതിനകത്ത് സിനിമയ്ക്കുള്ളിലെ സിനിമ ഷൂട്ടിംഗ് രംഗങ്ങൾ കാണിക്കുന്ന സമയത്ത് അവരെ നമ്മളിതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതൊരു കുറച്ച് ഒരു പുതുമ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇത് എൻ്റർടൈൻഡ് ആവാനുള്ള എല്ലാ ചേരുവകളുമുള്ള, ഹ്യൂമറുള്ള, ഇമോഷൻസുള്ള, അതുപോലെ പടത്തിനൊരു തുടക്കവും അവസാനവും ഉള്ള ഒരു സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് ആവാൻ സാധ്യതയുള്ളൊരു സിനിമയാണിത്. ഒരു കംപ്ലീറ്റ് ഒരു എന്റർടൈനറിന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു മൂവി എന്ന് പറയാം. തീർച്ചയായിട്ടും എൻ്റർടൈൻഡ് ആയിരിക്കും. എൻ്റർടൈൻഡ് ആവുന്നതിനൊപ്പം ഈ ചിരിക്കാനും ചിന്തിക്കാനും ചിലപ്പോൾ തിരിച്ചറിവുകളുണ്ടാവാനും ഒക്കെ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അടിപൊളി. അതെനിക്ക് തോന്നുന്നു May 3 നമുക്ക് ഒരു ട്രീറ്റ് തന്നെ ഒരു ഹോൾ ടീം നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നു വേണമെങ്കിൽ പറയാം. ഷുവറായിട്ടും ഒരു കംപ്ലീറ്റ് എന്റർടൈനർ. ഞങ്ങൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളത് ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇതിലെ ബാക്കിയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്, കിടിലം ക്യാരക്ടേഴ്സ് ഉണ്ട്. ആൻഡ് വി ആർ ഗോണ ഇൻവൈറ്റ് എവ്രി വൺ ടു ദ സ്റ്റേജ്. നടികർ ഓൺ ഫ്ലോറിൽ എല്ലാവരും പ്ലീസ് ഓൺ ടു ദ സ്റ്റേജ്. ഭാവന, ദിവ്യ, ചന്തു, ബാലു, എവ്രി വൺ പ്ലീസ് ജോയിൻ ചെയ്യുക. യെസ്, അപ്പം അതിലെ ബാക്കിയുള്ള ക്രൂ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇനി ഭാവന, ഹലോ, എന്തുണ്ട് വിശേഷം? യെസ്, അപ്പോൾ നടികരിൽ എന്താണ് പറയൂ? നടികർ ടൊവിനോ എന്ന ആക്ടറിൻ്റെ ലൈഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. സിനിമയ്ക്കുള്ള സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഉദയനാണ് താരം ഉൾപ്പെടെ നിങ്ങൾ ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ ഒരു സ്റ്റാർ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മെഗാ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്റ്റാറിൻ്റെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ, ഒരു സ്റ്റാർഡം കാരണം വരുന്ന മാറ്റങ്ങൾ, ആളുടെ മെൻ്റലി വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ പിന്നെ ആളുടെ മൂഡ് സ്വിങ്സ്, പിന്നെ ഡിപ്രഷൻസ്, അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം പറയുന്ന ഒരു പേഴ്സണൽ ലെവലിൽ ഒരു സ്റ്റാറിൻ്റെ കൂടെയുള്ള ഒരു ജേർണി ആയിരിക്കും. സോ ആ ഡേവിഡ് പടിക്കൽ എന്നുള്ള ക്യാരക്ടറിൻ്റെ കൂടെ ഓഡിയൻസ് ട്രാവൽ ചെയ്യും എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. യെസ്, അതങ്ങനെ തന്നെ ആവട്ടെ അല്ലേ? ബാലു, എന്തോ ഹായ്, എന്താണ്? ബാലുവിന്റെ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ കണ്ട സിനിമ ഏതാണ്? ഉറക്കെ പറ. എന്തോ അങ്ങനെ നോക്കുമ്പോ ഇവര് തമ്മിലുള്ള റാപ്പോ ഭയങ്കരമായിരിക്കും. ചന്തുവിന്റെ ആണെങ്കിലോ ഒരു മൂവി ചെയ്ത് അതിൽ നിങ്ങൾ മാത്രമായിട്ട് ഒരുപാട് എഫോർട്ട് ഇട്ട് ചെയ്ത് അത് കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ ആ ഒരു ഇത്രയും പേര് തമ്മിൽ നിങ്ങളുടെ ഒരു കണക്ഷൻ എങ്ങനെയാണ്? ചന്തുവിന്റെ ഇതിപ്പോ ഒരു നെപ്പോട്ടിസത്തിന്റെ ഭാഗമാണ് എന്താണെന്ന് എനിക്കറിയില്ല. ഒരു സിനിമ കുടുംബത്തിലായതുകൊണ്ട് ഞാൻ ചെറുപ്പത്തിലെ ചന്തുവിനെ കണ്ടിട്ടുണ്ട്, നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും അടുത്ത് നമ്മൾ പെരുമാറിയിട്ടില്ല. അപ്പോൾ മഞ്ഞുമലിന്റെ ഷൂട്ടിന് തൊട്ട് മുമ്പാണ് ഞങ്ങൾ അങ്ങനെ സംസാരിക്കുന്നതും
കൂട്ടുകൂടുന്നത്. പക്ഷേ നമ്മളെല്ലാവരും ഈ നമ്മൾ മഞ്ഞുമൽ സിനിമയിൽ ചിലപ്പോൾ കുറേയൊക്കെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ എല്ലാവരുടെയും ബോണ്ട് അത്രയും അടുത്ത സുഹൃത്തുക്കളെ പോലത്തെ ഒരു ബോണ്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുണ്ട്. അത് പടത്തിന്റെ ഷൂട്ട് ഇത്തിരി നീണ്ടുപോയത് കൊണ്ട് ഒരു 6 മാസത്തെ അടുത്തുണ്ടായിരുന്നു പടത്തിന്റെ ഷൂട്ട്. അപ്പൊ അതുകൊണ്ടും കൂടി ആയിരിക്കാം ഇത്രയും ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് പോലത്തെ രീതിയിലായിരുന്നു ഇത്രയും സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു ബോയ്സ് ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു മൂഡിലായിരുന്നു ഒരു 6 മാസത്തോളം നമ്മളെല്ലാവരും താമസിച്ചിരുന്നത്. ചന്ദൂസ് പറയൂ ചന്തു, എന്താണ് വിശേഷം ഇതിലെ പരിപാടികൾ? നടികരാണ് പുതിയ വിശേഷം. എന്നെ ഒന്ന് ഫോളോ ചെയ്യാവുന്നല്ലേ? ഏതാ ഫാൻസ് ഫോളോ ചെയ്യണമെന്നല്ലേ? അത് ഉണ്ണിമുകുന്ദൻ ഫോളോ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇതിലെന്താണ് ഇതിൽ പരിപാടികൾ പറയൂ. ഇതില് നടികരിൽ ഞാൻ ഡേവിഡ് പടിക്കലിന്റെ ഒരു ഫാൻ ബോയ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് അത്രയാണ് അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. പറയാൻ പറ്റത്തില്ലല്ലേ? സീരിയസ് ആയിട്ട് പറഞ്ഞല്ല, പറയാൻ പറ്റില്ല. ചന്ത് ശരിക്കും ഒരു ഇതിലെ ഫാൻ ബോയ് ആയിട്ടാണല്ലോ, റിയൽ ലൈഫിലെ ആ ഫാൻ ബോയ്. ഞാൻ ടോവിനോട് ഫാൻ ബോയ് ആണ്. അത് പറഞ്ഞില്ലെങ്കിൽ അവൻ ഇരിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോവി, ഇതിനൊരു ഉത്തരം അതിലേക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാതിരിക്കും നല്ലത്. ഇപ്പൊ അവനത് പറഞ്ഞല്ലോ, നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത്, അതങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ അതിലെന്തോ ഉണ്ടെന്നല്ലേ? അല്ല, ഞാൻ എനിക്ക് ഈ സിനിമയുടെ ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് ചന്തുവിനെ പരിചയം. അതിനു മുമ്പ് മഞ്ഞുമ്മലില് ഇങ്ങനെ ചന്തു അഭിനയിക്കുന്നുണ്ട്, സലീം കുമാറിന്റെ മകൻ ഇതിനകത്ത് അഭിനയിക്കുന്നു എന്നൊക്കെ പറയുമ്പോ പണ്ട് വനിതയിലോ അങ്ങനെ ഇതിലൊക്കെ ഇന്റർവ്യൂസിൽ നിങ്ങളുടെ ഫോട്ടോസ് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത്രയും വലുതായതിനു ശേഷം കണ്ടിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് ഷൂട്ടിന്റെ സമയത്താണ് കാണുന്നത്. അപ്പൊ കാണുമ്പോ മുതൽ ഇപ്പൊ ഈ കണ്ടില്ലേ സംസാരത്തിലൊക്കെ ഭയങ്കര ഭയങ്കര ഒരു യൂണീക്നെസ് ഉണ്ട്. മറ്റേ വെച്ചുകെട്ടലുകളൊന്നുമില്ല, കറക്റ്റാണ്, പോയിന്റാണ് സംസാരിക്കുന്നത്. എന്നാൽ ആള് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഹ്യൂമർ സെൻസ് ഉണ്ട്. അതെ, നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്, നല്ല ആക്ടറാണ്. കാര്യം അത് നമ്മൾ ഓൺ സ്ക്രീൻ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടുമല്ലോ. അപ്പോൾ ഭയങ്കര നല്ല ഫ്യൂച്ചറുള്ളതാണ്, യങ് ആണ്, സുന്ദരനാണ്, പൊക്കമുണ്ട്. ചന്തുവിനെ പറ്റി പറയുകയാണെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ ഇനി പ്രശ്നമാവും. എനിക്ക് വാക്കുകളില്ല ചന്തുവിനെ പറ്റി പറയാൻ. ഞാൻ സലീമന്റെ മൂവീസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ കുറെ കാലം സംസാരിക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഇവനിപ്പോ ഒരു ആക്ടറായി. എനിക്ക് എപ്പോഴും ആ പണ്ടത്തെ ചെറിയ കുട്ടി എന്നുള്ള ഇതാണ്. അല്ലല്ല, ഭാവന ചേച്ചിയുടെ ചെറുപ്പത്തില് അല്ലേ, അപ്പൊ തന്നെ നമ്മള് ചെറുതായിരുന്നു, ഞാനും ചെറുതായിരുന്നു. വന്ന് വീട്ടിലൊക്കെ വന്ന് ഞങ്ങളൊരു പാലം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടിരിക്കുകയാണ്. അപ്പോ നൈസ്. ഇപ്പോ അവൻ വളർന്നു വലുതായി. പക്ഷെ ഞാൻ മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ട് ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ പറയായിരുന്നു, സോ പ്രൗഡ് ഓഫ് ഹിം, സ്വീറ്റ് ബോയ്. ഇത്രയും പേര് പറഞ്ഞില്ലേ? ദിവ്യ, ഹായ് ദിവ്യ. ദിവ്യ പറയൂ, എന്താണ് നടികരിൽ? നടികർ May 3 റിലീസ് ആവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒബ്വിയസ്ലി അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും ഒക്കെയാണ് ഇരിക്കുന്നത്. ഇതിൽ ഞാൻ ടോവിനോടെ അമ്മയായിട്ടാണ്. നല്ലൊരു കാര്യമല്ലേ അത്? കുട്ടിക്കാലത്തെ സീനുകളാണുള്ളത്. കുട്ടിക്കാലത്തെ നമുക്ക് കോമ്പിനേഷൻ സീൻ ഇല്ല ഇതിനകത്ത്. സോ എന്നാലും പറയുമ്പോ അങ്ങനെ പറയാലോ. അതെ 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 അതെ, പറയുമ്പോ അങ്ങനെ പറയാലോ. സഹോദരിയായിട്ടും ഭാര്യയായിട്ടും അമ്മയായിട്ടും ഒക്കെ അഭിനയിച്ചു. സോ പക്ഷെ ഈ ക്യാരക്ടറാണ് എനിക്ക് ഈ സിനിമയിലേക്ക് ലൈക്ക് അനൂപ് എനിക്ക് ആ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ നറേറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ലൈക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ക്യാരക്ടറാണ്. സോ എനിക്ക് ഒരുപാട് ഈ ഒരു സോ ഐ വാസ് വെരി എക്സൈറ്റഡ്. ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ടീമിനോട് പറയാനുള്ളത്, ഇവര് എല്ലാവരും ആക്ച്വലി ഫാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന പിള്ളേരുണ്ട്.
അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അവർ വന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ചോദിക്കാൻ. ടു യു ഗൈസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ് ചോദിക്കുന്നത്? എൻ്റെ പേര് രാമു, ഞാൻ ട്രെയിമാക്സ് അക്കാഡമി വർക്ക് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ടോവിനോടാണ്. ട്രെയിലറെല്ലാം നമ്മളെല്ലാം കണ്ടു. അപ്പം എൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും റിച്ച് ലുക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലാത്തതാണെന്ന് തോന്നി. അപ്പോൾ എസ്പെഷ്യലി കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം തല്ലുമാല ആ കുട്ടിയാണ് കോസ്റ്റ്യൂം. ഒരു കൈയടി. ആ നീലത്തലമുള്ള കുട്ടി. തല്ലുമാലയുടെ കോസ്റ്റ്യൂംസ് ഒക്കെ കേരളത്തിൽ ഒരു വലിയൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തതാണ്. അതാണ് തല്ലുമാലയിലും മഷറിന്റെ കൂടെ ഏക്ത വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്പോട്ട് അപ്രീസിയേഷൻ. അത് കണക്ക് ഈ സിനിമയിൽ കോസ്റ്റ്യൂംസിന് ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ? രണ്ടാമത് നമുക്കറിയാം മലയാള സിനിമ ഇപ്പം ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2024 നല്ലൊരു വർഷമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഡേവിഡ് പടിക്കലായിട്ട് വന്നിട്ട് നമുക്കൊരു മലയാള സിനിമയ്ക്ക് ഒരു ബ്ലോക്ക് ബസ്റ്റർ ടോയിയുടെ ഭാഗത്തു നിന്ന് സമ്മാനിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. ഈ പ്രധാനമായിട്ടും പറഞ്ഞാൽ ഇത് രണ്ടുമല്ല നമ്മളുടെ പ്രധാന ഉദ്ദേശം. ഒന്ന് കോസ്റ്റ്യൂമിൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഈ കഥാപാത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭംഗിയുള്ള എന്നാൽ അവരുടെ കഥാപാത്രത്തിന് ചേരുന്ന കോസ്റ്റ്യൂംസ് ഏക്തയും ജീൻ്റെ ഒരു ഐഡിയയും ഒക്കെ വെച്ചിട്ട് അത് ചെയ്തിരിക്കുന്നതാണ്. കോസ്റ്റ്യൂംസിന് ട്രെൻഡ് ഉണ്ടാക്കുക എന്നുള്ളതല്ല സത്യമായിട്ടും ഈ സിനിമയുടെ ഉദ്ദേശം. തല്ലുമാലയ്ക്കും അതല്ലായിരുന്നു. ഒരു സിനിമ ഞങ്ങൾക്ക് പറയാനുണ്ട്. ആ സിനിമയാണ് ഇതിനകത്ത്. സിനിമയ്ക്കുള്ളിലെ സിനിമയും ഉണ്ട്. പിന്നെ ഈ വലിയ കളക്ഷൻ കിട്ടുമോ, അങ്ങനെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ സുഷിൻ ശ്യാം ആയിരിക്കണം. അത് അല്ലാതെ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മുഴുവൻ എഫേർട്ടും ഈ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. ഈ സിനിമ നല്ലൊരു സിനിമയാവാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കോംപ്രമൈസ് ഇല്ലാതെ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളല്ല ഇതൊന്നും ഈ റെക്കോർഡ് ബ്രേക്കിംഗ് സിനിമ ആക്കുന്നത്, നിങ്ങളാണ് ആക്കുന്നത്. നിങ്ങൾ കാണുമ്പോഴാണ് സിനിമ വലിയ വിജയങ്ങളൊക്കെ ആവുന്നത്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത്ര വലിയ വിജയമൊന്നും ആവില്ല. അപ്പം അത് നിങ്ങളാണ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പ്ലീസ് സ്പ്രെഡ് ദ വേർഡ് വിത്ത് ദ മൗത്ത് പബ്ലിസിറ്റി ആൻഡ് എവരിതിങ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സുഷിനെ കൊണ്ടൊന്ന് പറയിപ്പിച്ചിട്ടേക്കാം തൊട്ട് മുമ്പ്. പറഞ്ഞ് സുഷിൻ ഇപ്പോൾ കണിയാൻ്റെ പോലെ ആയിരുന്നു. അതല്ല, സുഷിൻ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ എന്തായാലും സുഷിൻ ആ സിനിമ ചെയ്ത സമയത്ത് സുഷിനാണല്ലോ അതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ സുഷിൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്, അല്ലാതെ പ്രവചിച്ചൊന്നുമല്ല, ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. അത് കറക്റ്റായിട്ട് സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർക്കാണ്? എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് ടോവിനോടാണ്. അപ്പം പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ മൂവിയിൽ അഭിനയിക്കുമ്പോഴും ഓരോ പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നതെന്ന്. പിന്നീട് ആ പെർഫ്യൂം യൂസ് ചെയ്യുമ്പം ആ ക്യാരക്ടേഴ്സിനൊക്കെ ഓർമ്മ വരുമെന്നൊക്കെ പറയാറുണ്ട്. സോ ആ ഒരു സ്വഭാവം ഇപ്പോഴും ഉണ്ടോ? പിന്നെ അതേപോലെ തന്നെ മിന്നൽ മുരളിയിൽ യൂസ് ചെയ്ത പെർഫ്യൂം ഏതാ? പൊതുവേ എനിക്ക് ഘ്രാണശക്തി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. അതായത് സ്മെൽ. സോറി, മലയാളവും തിരക്കേടില്ലല്ലേ? അതെ. അല്ല, എനിക്ക് എൻ്റെ പല മെമ്മറീസും ഈ ഇങ്ങനത്തെ പെർഫ്യൂംസിൻ്റെ അല്ലെങ്കിൽ നാച്ചുറൽ സ്മെൽസൊക്കെ ആയിട്ട് അസോസിയേറ്റഡ് ആണ്. അത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്നെ അങ്ങനെ ചിന്തിപ്പിച്ചത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ വർഷവും സ്കൂള് തുറക്കുന്ന ദിവസം നമുക്ക് സെയിം സ്മെല്ലാണ് കിട്ടുന്നത്. അതായത് LKG തൊട്ട് 10ാം ക്ലാസ്സോ +2 വരെയും ഈ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ മഴയുണ്ടാവും, നനഞ്ഞ മണ്ണിൻ്റെ മണമുണ്ടാവും, പുതിയ പുസ്തകത്തിൻ്റെയും പുതിയ യൂണിഫോമിൻ്റെയും മണമുണ്ടാവും. അപ്പോൾ എനിക്ക് 10ലും +2ലൊക്കെ പഠിക്കുമ്പോൾ പോലും എനിക്ക് എൻ്റെ LKG ഓർമ്മ വരാറുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ വിചാരിച്ചുള്ള ഈ സ്മെല്ല് ഭയങ്കരമായിട്ട് നമ്മൾ മെമ്മറിയായിട്ട് അസോസിയേറ്റഡ് ആണെന്നൊരു ചിന്ത എനിക്കുണ്ട്. അത് എത്രത്തോളം തിയററ്റിക്കലി അങ്ങനെയാണോ, ആക്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുമോ, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് തുടർന്നു പോകുന്ന ശീലമാണ്. ആ ശീലം ഇപ്പോഴും ഉണ്ട്. പിന്നെ മിന്നൽ മുരളിയിൽ
CNHന്റെ ബാഡ് ബോയ് എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂം ഉണ്ട്. അത് ഇങ്ങനെ ഇങ്ങനെ മിന്നൽ ഷേപ്പിലാണ്. ബാഡ് ബോയ്, ബാഡ് ബോയ്, ഗുഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട് പെർഫ്യൂം സീരീസ് ഉണ്ട്. അപ്പൊ അതില് മിന്നലിന്റെ ഷേപ്പിലാണ് അത് ഇരിക്കുന്നത്. ശരി, അപ്പോൾ അതാണ്. കേട്ടല്ലോ അല്ലേ? മോളുടെ പേരെന്തായിരുന്നു? പേരാണോ? ഫാത്തിമ. ഫാത്തിമ. ഇനി പെർഫ്യൂം ഓക്കെ. ഇപ്പൊ പെർഫ്യൂം ഓക്കെ അല്ലേ? ഇനി മേടിക്കാമല്ലോ അല്ലേ? ഏതാണ് റേറ്റോ? അതിന്റെ റേറ്റ് എത്രയാണ്? അത് ടൊവിനോ തോമസ് മറ്റന്നാള് ടൊവിനോ തോമസ് ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ റേറ്റ് കേട്ടാൽ ഇതിന്റെ വില വെറും 900-3000 രൂപ മാത്രം. അതിന്റെ റേറ്റ് എക്സാക്ട്ലി എത്രയാണെന്ന് ഓർമ്മയില്ല. പക്ഷെ ഇവിടെയൊക്കെ ഷോപ്സിലെ അപ്രോക്സിമേറ്റ് വില അങ്ങനെ നോക്കാറില്ല. അതെ, നമ്മൾ വില നോക്കാറില്ല. അല്ല, എനിക്ക് കുറച്ച് ഒരു പെർഫ്യൂം കളക്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഓഫറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചെണ്ണം മേടിച്ച് വെക്കാറുണ്ട്. ക്രാണാശക്തിയുള്ളതുകൊണ്ട് എനിക്ക് ഒരു കളക്ഷൻ ഓഫ് പെർഫ്യൂംസ് ഉണ്ട്. ഞാനത് എൻ്റെ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് ഞാനങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ റൂമിലിരിക്കുമ്പോൾ അതിങ്ങനെ പെർഫ്യൂം ഒക്കെ എടുത്തിട്ട് ഇരിക്കും. അല്ല, നമ്മളും ഈ ലൊക്കേഷനിലും ഒരുപാട് നേരത്തെ ഡിസ്കഷന്റെ ഭാഗമായിട്ടുള്ള മെയിൻ ആയിട്ട് വരുന്നു. എടാ മറ്റേ പെർഫ്യൂം ഉണ്ട്, അവിടെ നിന്ന് ഞാൻ ഇവിടെ പോയപ്പോൾ കിട്ടിയ പെർഫ്യൂം ഉണ്ടെന്നുണ്ട്. പെർഫ്യൂം കൊണ്ട് നമ്മളെ കാണിച്ചു തരുന്നത് നമ്മള്. അല്ല, ഇത് കുറച്ച് ഡീപ്പർ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് പെർഫ്യൂംസ്. അതിന്റെ റേറ്റോ അതിന്റെ എക്സ്പെൻസോ ഒന്നും അല്ല. അതിപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസിനേക്കാളും അത്രയൊന്നും എക്സ്പെൻസീവ് അല്ലാത്ത ഭയങ്കര രസമുള്ള ഭയങ്കര നല്ല യൂണിക് സ്മെൽസ് ഉള്ള പെർഫ്യൂംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് റേറ്റ് അല്ല അതിൽ കാര്യം, അതിൻ്റെ പല കോമ്പിനേഷൻസ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഗിഫ്റ്റുകൾ ഒരുപാട് കിട്ടുന്നതിന്റെ കൂടുതൽ പെർഫ്യൂംസ് ഗിഫ്റ്റുകൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. ഐ മീൻ ഗിഫ്റ്റുകൾ ആദ്യമായിട്ട് ഒരു ലക്ഷറി ബ്രാൻഡിന്റെ ഒക്കെ ഒരു പെർഫ്യൂം എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പൊ അവന് ജോലിയൊക്കെ കിട്ടി. അവൻ ആദ്യമേ അബുദാബി പോയി രക്ഷപ്പെട്ടു. ഞാൻ അപ്പോഴും ഇവിടെ തിരിഞ്ഞു നടക്കാണ്. സിനിമയിലൊക്കെയാണ്. അപ്പോൾ നല്ല പെർഫ്യൂം അടിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് അവൻ മേടിച്ചു തന്നതാണ്. 2010 ആ ടൈം. ഇത് 2014 അതുവരെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്തും 2014 ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സിനിമയ്ക്ക് ഒരു പെർഫ്യൂം എന്ന് പറയുന്ന പോലത്തെ പരിപാടിയൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ വെച്ചാൽ നമ്മളെ കൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പെർഫ്യൂംസ് അത് ഏതാണെങ്കിലും അത് പല തരം സ്മെല്ലുകളുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് നമുക്ക് ഏറ്റവും ആ ക്യാരക്ടറിനായിട്ട് ആ ക്യാരക്ടറിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് ഏത് പെർഫ്യൂം ആയിരിക്കും. ഇപ്പൊ ഭയങ്കര ഒരു മെസ്കുലിനിറ്റി അങ്ങനത്തെ ഒരു മെസ്കുലിൻ ക്യാരക്ടറൊക്കെ ആണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ കുറച്ച് വുഡി ഫ്രാഗ്രൻസോ സ്മോക്കി ഫ്രാഗ്രൻസോ ഒക്കെ ഞാൻ നോക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭയങ്കര ഒരു പാവം പിടിച്ചെടുത്തിട്ടാണെങ്കിൽ ഒരു ഫ്രൂട്ടി സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും നോക്കും. അതുപോലെ എന്താ പറയുക, കുറേ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു സിനിമയൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു സിട്രസ് പെർഫ്യൂം പോകും. അങ്ങനെ ഓരോ സിനിമയ്ക്കും കഥാപാത്രത്തിനനുസരിച്ച് ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഒരു പെർഫ്യൂം ഇങ്ങനെ ചൂസ് ചെയ്യുന്നതേ ഉള്ളൂ. എനിക്കൊന്ന് ഭാവനയുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും പറഞ്ഞിട്ട് തരും, ഭാവന ഒരു സംഭവം ടാർഗറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും സംഭവം മേടിച്ചിരിക്കും. എനിക്ക് തോന്നുന്നു കളക്ഷൻസ് തന്നെ, ഐ മീൻ ലിപ്സ്റ്റിക്കിൻ്റെ എന്തോ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഐ മീൻ യു ഓൾസോ ഒരു പേഴ്സൺ ലൈക്ക് അങ്ങനെ ഗ്രാബ് ചെയ്യുന്ന ഒരാളാണോ? എന്തുണ്ടെങ്കിലും അത് ചെറിയ രീതിയിലുള്ള ദൂർത്തുകൾ ഉണ്ട്. അത് പറഞ്ഞ പോലെ പെർഫ്യൂംസ് ഉണ്ട്, ലിപ്സ്റ്റിക്സ് ഉണ്ട്. അത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരുപക്ഷെ ഗേൾസിന് മനസ്സിലാവുമായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ നവീൻ എൻ്റെ ചേട്ടനും മറ്റേ ഒരു 4-5 പെർഫ്യൂംസ് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ചോദിക്കും ഇതൊക്കെ ഒരു കളറല്ലേ എന്ന് ചോദിക്കും. പക്ഷെ ഞാനതിലില്ല, ഇതിങ്ങനെയാണ് അത് അങ്ങനെയാണെന്ന് എനിക്കുണ്ട് കുറച്ച് സ്കിൻ കെയർ, മേക്കപ്പ്, പെർഫ്യൂം, സൺഗ്ലാസ്, വാച്ച് പറഞ്ഞു തരുമ്പോൾ എല്ലാം. ഹായ്, ഞാൻ കുറെ നേരം ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ബേസിലായിട്ടായിട്ട് ഭയങ്കര ബോണ്ടാണല്ലോ. സോ രൺവീർ സിംഗും ബേസിലായിട്ടും ഇപ്പൊ ഭയങ്കര ആ ഒരു ബോണ്ട് ഇപ്പൊ വൈറലാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം മുഴുവൻ. സോ മിന്നൽ മുരളിക്ക് ശേഷം അടുത്ത ശക്തിമാൻ വരുവാണ്. അപ്പൊ ആ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ ടോയ് ചേട്ടൻ്റെ ഒപ്പം? കാരണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ധ്യാൻ ചേട്ടൻ്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായി ബേസ് ചേട്ടന് ഹിന്ദി പോലും അറിയില്ലാന്ന്. അപ്പൊ ആ ഒരു ഇതെങ്ങനെയാ? സിനിമ അറിയാം. ഓ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹായ് ബ്രോ. ഈ അടുത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇൻസ്റ്റയിലൊക്കെ. ഇപ്പോൾ ഇന്നയാൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ഇന്നത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു വീഡിയോ കാണുകയുണ്ടായി. ഈ വീഡിയോ താഴെ ടൊവിനോ തോമസ് വന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വെള്ളവടി നിർത്താമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഭയങ്കര രസമായിട്ട് ചേട്ടൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു.
കമന്റ് ഒക്കെ ഇടാം, പക്ഷെ വെള്ളോടെയൊക്കെ നിർത്തണം കേട്ടോ. എത്ര വലിയ തീരുമാനങ്ങളൊക്കെ. അപ്പൊ ചേട്ടൻ തന്നെയാണ് റിപ്ലൈ കൊടുത്ത് കണ്ട? അത് ഞാൻ തന്നെയാണ്. അത് ഞാൻ ആ ട്രെൻഡിനെ ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൺ റിപ്ലൈ ഒക്കെ കൊടുക്കാന്നല്ലാതെ ഞാൻ അങ്ങനെ കമന്റ് ഇട്ടുകൊണ്ട് പുള്ളി കള്ളുകൂടി നിർത്താൻ പോലില്ല. നിങ്ങൾ എന്താ പിന്നെ അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഞാൻ കമന്റ് ചെയ്തു എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഞാൻ കൃത്യമായിട്ട് പേര് ഓർക്കുന്നില്ല, പക്ഷെ അവരെന്ന് വെച്ചാല് കുറച്ച് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാര് ട്രിപ്പ് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പൊ ടോവിനോ തോമസ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ 20 പേര്, അതായത് ഒരു മിഡിൽ ഏജിലുള്ള 20 പേരെ ഫ്രീ ആയിട്ട് ട്രിപ്പ് കൊണ്ടുപോകുന്നു. അപ്പൊ നമ്മൾ 2 കമന്റ് ഇടാം, 40 പേര് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും രസകരമായിട്ടുള്ളതൊന്നും ഇടാന്നല്ലാതെ ഇത് ഞാൻ കമന്റ് ഇട്ടാൽ പരീക്ഷയ്ക്ക് പഠിച്ച് പാസ്സാവാന്നൊക്കെ പറയുന്നവരോട് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ പഠിച്ചാലും പാസ്സായാലും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും കൊള്ളാം. ബാക്കി ഒരു കാര്യം ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. അത് മിക്കവാറും അങ്ങനത്തെ ട്രെൻഡുകളൊക്കെ നമ്മൾ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ട്രെൻഡിലൊന്നും വലിയ കഥയില്ല, അത് ട്രെൻഡ് അത്രേ ഉള്ളൂ. എന്തൊക്കെയാണ് നടക്കുന്നത് ഈ കൊച്ചു ഒരാൾ ഇതുപോലെ ഡാൻസ് കളിക്കുമ്പോ ഇങ്ങനെ ഒരു ആക്ട്രസിന്റെ പേര് പറഞ്ഞിട്ട് കമന്റ് ഇട്ടാ ഞാൻ ഈ ഡാൻസ് നിർത്താന്ന്, എന്നിട്ട് അവര് കമന്റ് ഇട്ട് നിർത്തിക്കും. ഉടനെ വേറെ വീഡിയോ എടുത്തു ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ നിർത്തുന്നതല്ല ഞാൻ. അത്രയൊക്കെ ഉള്ളൂ ഈ ട്രെൻഡുകളുടെ ഒക്കെ ഒരു പ്രാധാന്യം. എനിക്കൊന്ന് ആക്ടേഴ്സ് ടു ആക്ടേഴ്സും ഇത് ഒരു ട്രെൻഡ് ആയിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ഇതായിട്ട് അല്ലേ? ഒരു തമാശയൊക്കെയാണ്. നമ്മളെ ഈ മരണമാസം എന്നുള്ള സിനിമ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ശിവൻ ഇട്ടേക്കുന്ന ഒരു വീഡിയോ, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ സിജു സണ്ണിനെ സിജു സണ്ണി അഭിനയിക്കുന്ന ഒരു സിനിമ. ടോവിനോ തോമസ് കമന്റ് ഇട്ടാൽ സിജു സണ്ണി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു സിനിമ ഡയറക്ട് ചെയ്യാമെന്നോ അങ്ങനെ എന്തോ ആണ്. ഇത് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാം സിജുവിനെ കണ്ണാടിയിൽ ഈ പറഞ്ഞ വീഡിയോ എടുത്തത് സിജു ആണ്. അപ്പൊ അങ്ങനെയൊക്കെ രസകരമായിട്ട് ആ ട്രെൻഡിന് ഉപയോഗിച്ച ആൾക്കാരും ഉണ്ട്. റീൽസ് ഒക്കെ കാണാറുണ്ടോ? ഭാവനയാണെങ്കിലും അതേ കാണാറുണ്ട്. ഇല്ല അങ്ങനെയല്ല, ചിലത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളതൊക്കെ ചിലപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഞാനും ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ടുള്ള ചില ഗ്രൂപ്പിൽ ചിലത് ഷെയർ ചെയ്യും. എല്ലാം ചിലപ്പോൾ കാണാൻ പറ്റില്ല, ചിലത് കാണാറുണ്ട്. ഓക്കെ.